മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിലെ ഇഡി സമൻസിനെതിരെ CMRL MD ശശിധരൻ കർത്ത ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇഡി സമൻസിലെ തുടർ നടപടി തടയണമെന്നാവശ്യപ്പെട്ടാണ് ശശിധരൻ കർത്ത ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ അന്വേഷണത്തിൽ ഇടപെടാൻ കഴിയില്ലെന്ന് ഹൈക്കോടതി അറിയിക്കുകയായിരുന്നു. ചോദ്യം ചെയ്യലിനായി തിങ്കളാഴ്ച ഹാജരാകണമെന്ന് ഇഡി ശശിധരൻ കർത്തയോട് നിർദ്ദേശിച്ചു. വീണ വിജയനും വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിക്കും ഇല്ലാത്ത സോഫ്റ്റ്വെയർ സേവനത്തിന്റെ പേരിൽ 1,72,00,000 രൂപ നൽകിയെന്നായിരുന്നു ആദായനികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ. ഇതുകൂടാതെ ലോൺ എന്ന പേരിലും 1/2 കോടിയോളം രൂപ നൽകിയിരുന്നു. ഇത് സംബന്ധിച്ചാണ് ഇഡിയും കള്ളപ്പണം തടയൽ നിയമപ്രകാരം കേസെടുത്ത് അന്വേഷണം നടത്തുന്നത്. ഇല്ലാത്ത സേവനത്തിന് വീണയുടെ കമ്പനി പണം വാങ്ങിയത് ഇത്തരത്തിൽ കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പരിധിയിൽ വരുമെന്നാണ് ഇഡി പറയുന്നത്. CMRL ബാലൻസ് ഷീറ്റിന്റെ കള്ളക്കണക്കിന്റെ പെരുക്കങ്ങളുണ്ടെന്ന് ആദായനികുതി വകുപ്പ് കണ്ടെത്തി. വീണ വിജയൻ, എക്സാലോജിക്, CMRL, പൊതുമേഖലാ സ്ഥാപനമായ KSIDC എന്നിവരാണ് നിലവിൽ അന്വേഷണത്തിന്റെ പരിധിയിലുള്ളത്. CMRLുമായുള്ള സാമ്പത്തിക ഇടപാടിന് പുറമെ വീണ വിജയന്റെ സ്ഥാപനം നടത്തിയ മറ്റ് സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കുമോ എന്ന് വ്യക്തമല്ല. വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിക്കും ഇല്ലാത്ത സോഫ്റ്റ്വെയർ സേവനത്തിന്റെ പേരിൽ 1,72,00,000 രൂപയാണ് നൽകിയത്. ഇതുകൂടാതെ ലോൺ എന്ന പേരിലും ഇത്തരത്തിൽ പണം നൽകിയിരുന്നു. ഇത് സംബന്ധിച്ചാണ് ഇഡിയും കേസെടുത്ത അന്വേഷണം നടത്തുന്നത്. അതേസമയം തന്നെ CMRL ഉദ്യോഗസ്ഥർ ആദായനികുതി സെറ്റിൽമെന്റ് ബോർഡിന് നൽകിയ പഴയ മൊഴിയിൽ ഉറച്ചു നിന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് വമ്പൻ പ്രതിസന്ധിയിലാകും. എക്സാലോജിക്കും CMRLും തമ്മിലുള്ള ദുരൂഹമായ പണമിടപാടുകളിൽ ഇഡി കേസെടുത്തിരുന്നു. CMRLിൽ നിന്നും പണം കൈപ്പറ്റിയിരിക്കുന്നവരെയും വിളിപ്പിക്കാൻ സാധ്യതയുണ്ട്. കരിമണൽ കർത്തയുടെ നിയന്ത്രണത്തിലുള്ളതാണ് CMRL. അവർ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി അംഗീകരിക്കുകയും പിഴത്തുക അടയ്ക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ കർത്ത ഈ കേസിലെടുക്കുന്ന നിലപാട് നിർണായകമായിരുന്നു. മുഖ്യമന്ത്രിയുടെ മകൾക്ക് CMRL മാസപ്പടി നൽകിയെന്നാണ് ആരോപണം. ആദായനികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലൂടെയാണ് ഇരു കമ്പനികളും തമ്മിലുള്ള ദുരൂഹ സാമ്പത്തിക ഇടപാടുകൾ പുറത്തുവന്നത്. സംഭവത്തിൽ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം നടന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇഡി കേസ് രജിസ്റ്റർ ചെയ്തത്. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയെ അംഗീകരിച്ച കർത്തയുടെ കമ്പനിക്ക് ഇനി അത് നിഷേധിക്കാനാകില്ലെന്നാണ് വിലയിരുത്തൽ. അതുണ്ടായാൽ അവർ പ്രോസിക്യൂഷൻ നടപടികളെ നേരിടേണ്ടി വരും. CMRL ഫിനാൻസ് വിഭാഗം ഉദ്യോഗസ്ഥരോട് രേഖകൾ സഹിതം ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയത്. ഇരു കമ്പനികളും തമ്മിലുള്ള സേവന കരാറിന്റെ മറവിൽ നടന്നത് കള്ളപ്പണം വെളുപ്പിക്കലാണെന്ന കണ്ടെത്തലിലാണ് ഇഡി അന്വേഷണം നടക്കുന്നത്. എക്സാലോജിക്ക് എന്ത് സേവനമാണ് CMRLന് നൽകിയതെന്നതിന് ഇരു കമ്പനികളും വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. സേവനത്തിന് അല്ലെങ്കിൽ എന്തിനാണ് ഇരു കമ്പനികളും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ എന്നതിലാണ് ഇഡി വ്യക്തത തേടുക. ഇരു കമ്പനികളും തമ്മിൽ നടന്ന 1.72 കോടി രൂപയുടെ ഇടപാടുകളുടെ രേഖകൾ പരിശോധിച്ച് CMRL പ്രതിനിധികളിൽ നിന്ന് മൊഴി ശേഖരിക്കുകയായിരിക്കും ആദ്യപടി. CMRL 2013-14 സാമ്പത്തിക വർഷം മുതൽ 2019-20 സാമ്പത്തിക വർഷം വരെയുള്ള കാലയളവിൽ 135 കോടി രൂപയുടെ സ്വത്ത് സമ്പാദിച്ചത് വെളിപ്പെടുത്തിയിട്ടില്ലെന്ന് ആദായനികുതി വകുപ്പ് കണ്ടെത്തിയിരുന്നു. ഇതിൽ 95 കോടി രൂപ ചില രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും കൈമാറിയതായാണ് കണ്ടെത്തൽ. ഇതു സംബന്ധിച്ച വിശദീകരണവും ഇഡി തേടും. ഇതിനുശേഷം CMRL കർത്തയിൽ നിന്നുള്ള മൊഴിയെടുക്കൽ നിർണായകമാകും എന്ന് ഉറപ്പാണ്.